ഫ്രാൻസിലെ ജീൻ മരിയ എന്ന പാവപ്പെട്ട പെൺകുട്ടി ഒരിക്കൽ ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ച് ഒരു പ്രസംഗം കേൾക്കാനിടയായി. അത് അവളുടെ മനസ്സിൽ മായ്ച്ചു കളയാനാകാത്ത ഒരു ഓർമ്മയായി തീർന്നു. ശുദ്ധീകരണ ആത്മാക്കൾ നിരന്തരമായ കഠിന വേദനകളാണ് അനുഭവിക്കുന്നതെന്നും ശുദ്ധീകരണ ആത്മാക്കളുടെ ഈ ലോകത്തിലുള്ള സ്നേഹിതർ എത്ര ക്രൂരമായാണ് അവരെ മറന്നുകളയുകയും അവഗണിക്കുകയും ചെയ്യുന്നതെന്നുമുള്ള ചിന്ത അവളെ ആഴത്തിൽ വേദനിപ്പിച്ചു. പലതും പറഞ്ഞെങ്കിലും പ്രസംഗകൻ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം, ചില ആത്മാക്കൾ വാസ്തവത്തിൽ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിതരാകാനുള്ള അന്ത്യഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് എന്നതാണ്. ഒരു കുർബാനയർപ്പണം മതിയാകും അവരുടെ മോചനത്തിന്. എന്നിട്ടും പിന്നെയും ദീർഘകാലം മോചനം നീളുന്നു, ചിലപ്പോൾ വർഷങ്ങളോളം. കാരണം ഈ അവസാനത്തെ പരിഹാര ബലിയർപ്പണം അലസത കൊണ്ടോ മറവി കൊണ്ടോ നൽകപ്പെടാതെ പോകുന്നു എന്നതാണ്. നിഷ്കളങ്കമായ വിശ്വാസത്തിൽ ജീൻ മരിയ തീരുമാനിച്ചു, എത്ര പ്രയാസപ്പെട്ടായാലും ആത്മാക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മോചനത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി എല്ലാ മാസവും ഒരു കുർബാന അർപ്പിക്കുമെന്ന്. പലപ്പോഴും ഈ വാഗ്ദാനം നിറവേറ്റാൻ അവൾക്ക് വളരെ പ്രയാസമായിരുന്നു. എങ്കിലും അത് അവൾ ഒരിക്കലും മുടക്കിയില്ല. ഒരിക്കൽ യജമാനത്തെയും ഒന്നിച്ച് ജീൻ മരിയ പാരീസിൽ പോയി. അവിടെ വെച്ച് അവൾ അസുഖം ബാധിച്ച് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. അസുഖം ഭേദമാകാൻ വൈകിയതുകൊണ്ട് അവളുടെ യജമാനത്തി അവളെ തനിയെ പാരീസിൽ നിർത്തിയിട്ട് തിരികെ പോയി. ജീൻ മരിയ ആശുപത്രി വിടുമ്പോൾ അവളുടെ പക്കൽ ആകെ അവശേഷിച്ചത് ഒരു ഫ്രാങ്ക് മാത്രമായിരുന്നു, ഏതാണ്ട് 10 രൂപ. എവിടെ പോകും, എന്തു ചെയ്യും എന്നതിനെപ്പറ്റി അവൾക്ക് ഒരു രൂപവും കിട്ടിയില്ല. പെട്ടെന്ന് അവളുടെ മനസ്സിൽ വന്ന ചിന്ത ആത്മാക്കൾക്ക് വേണ്ടിയുള്ള കുർബാന ചൊല്ലിച്ചാലോ എന്നതാണ്. പക്ഷേ അവളുടെ കയ്യിൽ ഒരു ഫ്രാങ്ക് മാത്രമാണുള്ളത്. വിശപ്പടക്കാൻ അല്പം വല്ലതും വാങ്ങുന്നതിനുള്ള തുകയാണത്. എങ്കിലും ആത്മാക്കൾ തന്നെ കൈവിടില്ല എന്ന ചിന്തയിൽ അവൾ അടുത്തു കണ്ട ഒരു പള്ളിയിൽ കയറി. കുർബാന ചൊല്ലാനായി ഒരുങ്ങുന്ന അച്ഛനോട് ആത്മാക്കൾക്കായി തന്റെ കയ്യിലുള്ള തുച്ഛമായ ഒരു ഫ്രാങ്കിന് കുർബാന അർപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അവളുടെ കയ്യിൽ ആകപ്പാടെ അവശേഷിക്കുന്ന സമ്പാദ്യം അതാണ് എന്നറിയാതെ കുർബാന അർപ്പിക്കാൻ അച്ഛൻ സമ്മതിച്ചു. കുർബാന കഴിഞ്ഞ് ജീൻ മരിയ വെളിയിൽ ഇറങ്ങിയപ്പോൾ അവളുടെ മുഖത്ത് വലിയ ദുഃഖം നടലിച്ചു. ഇനി എന്തു ചെയ്യും എന്ന ചിന്ത അവളെ ആകുലപ്പെടുത്തി. ഒരു മാന്യനായ യുവാവ് അവളുടെ മുഖത്തെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ് അവളോട് എന്താണ് പ്രയാസമെന്നും അവൾക്ക് സഹായമെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നും ചോദിച്ചു. അവൾ മറുപടിയായി അവളുടെ കഥ ചുരുക്കമായി പറഞ്ഞു. ഒരു ജോലി എവിടെയെങ്കിലും കിട്ടുകയെന്നത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും ആവശ്യവുമാണ് എന്ന് അവൾ പറഞ്ഞു നിർത്തി. ആ യുവാവ് അവളെ വളരെ കരുണയോടെയാണ് ശ്രമിച്ചത്. അവളെ ആശ്വസിപ്പിക്കുകയും അവളുടെ ആവശ്യത്തിൽ സഹായിക്കാൻ സന്നദ്ധനാവുകയും ചെയ്തു. നിന്നെ സഹായിക്കുന്നതിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്, അയാൾ പറഞ്ഞു. ഇപ്പോഴും ഒരു ജോലിക്കാരിയെ അന്വേഷിക്കുന്ന ഒരു വനിതയെ എനിക്കറിയാം, എന്നോടുകൂടെ വരിക എന്ന് പറഞ്ഞ് അധികം അകലെയല്ലാത്ത ഒരു ഭവനത്തിൽ അവളെ അയാൾ കൂട്ടിക്കൊണ്ടുപോയി. തീർച്ചയായും ജോലി ലഭിക്കും എന്ന് വാക്കുകൊടുത്തുകൊണ്ട് കോളിംഗ് ബെൽ അടിക്കാൻ അവൻ നിർദ്ദേശിച്ചു. മണി കേട്ട് കുടുംബനാഥ തന്നെ വന്ന് വാതിൽ തുറന്ന് അവൾ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് ആരാഞ്ഞു. മാഡം ഒരു വേലക്കാരിയെ അന്വേഷിക്കുന്നു എന്നറിഞ്ഞു. എനിക്ക് ജോലിയില്ല, അതുകൊണ്ട് ജോലി തന്നാൽ വളരെ സന്തോഷമായിരിക്കും, വിനയപൂർവ്വം അവൾ പറഞ്ഞു. ആശ്ചര്യഭരിതയായി ആ മഹതി ചോദിച്ചു, ആരാണ് ഇവിടെ എനിക്ക് ജോലിക്കാരിയെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്? കാരണം ഏതാനും മിനിറ്റുകളെ ആയുള്ളൂ ഞാൻ എന്റെ ജോലിക്കാരിയെ പെട്ടെന്ന് പിരിച്ചുവിട്ടിട്ട്. അവിടെ നിങ്ങൾ കണ്ടുവോ? ഇല്ല മാഡം, ഇവിടെ നിങ്ങൾക്ക് ഒരു ജോലിക്കാരിയെ ആവശ്യമുണ്ട് എന്ന് എന്നോട് പറഞ്ഞത് മാന്യനായ ഒരു യുവാവാണ്. അസാധ്യം, ആ സ്ത്രീ ആശ്ചര്യത്തോട് പറഞ്ഞു. ഒരു യുവാവെന്നല്ല, ആരും തന്നെ എനിക്ക് ഒരു ജോലിക്കാരിയെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയില്ല. പക്ഷെ മാഡം, ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന ഫോട്ടോയിലേക്ക് ചൂണ്ടി ആശ്ചര്യത്തോടെ അവൾ പറഞ്ഞു, ആ ഫോട്ടോയിൽ കാണുന്ന യുവാവാണ് എന്നോടിത് പറഞ്ഞത്. എന്ത് കുഞ്ഞെ, അത് 1 വർഷത്തിന് മുമ്പ് മരിച്ചുപോയ എന്റെ ഏക മകനാണ്. മരിച്ചതോ അല്ലയോ എന്നറിയില്ല. ഈ യുവാവ് തന്നെയാണ് എന്നെ അങ്ങയുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആ കണ്ണിന് മുകളിലുള്ള മറുകിന്റെ പാട് കണ്ടോ? എവിടെ വെച്ച് വേണമെങ്കിലും എനിക്ക് അവനെ തിരിച്ചറിയാൻ കഴിയും, ഉറച്ച ബോധ്യത്തോടെ അവൾ പറഞ്ഞു. പിന്നീട് അവൾ അവളുടെ മുഴുവൻ കഥകളും, എങ്ങനെയാണ് അവസാനം കൈവശമുണ്ടായിരുന്ന ഒരു ഫ്രാങ്ക് കൊണ്ട് കുർബാന ചൊല്ലിച്ച് ആത്മാക്കൾക്കായി, പ്രത്യേകിച്ച് മോചനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ആത്മാക്കൾക്കായി കാഴ്ചവെച്ചത് എന്നുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് മനസ്സിലാക്കി ആ മഹതി ജീൻ മരിയയെ 2 കൈകളും നീട്ടി സ്വീകരിച്ചു. വരിക, എന്നാൽ എന്റെ വേലക്കാരിയായിട്ടല്ല, മറിച്ച് എന്റെ മകളായിട്ട്. നീ എന്റെ പ്രിയപ്പെട്ട മകനെ സ്വർഗത്തിലെത്തിച്ചു. അവനാണ് നിന്നെ എന്റെ പക്കൽ കൊണ്ടുവന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു സംശയവുമില്ല.